അമേഠിയിലെ മത്സരം പൊടിപാറുമെന്ന് മാധ്യമങ്ങളിൽ വാർത്തകൾ നിറയുകയാണെങ്കിലും മണ്ഡലത്തിലെ ഗ്രാമങ്ങളിൽ വലിയ ആവേശമൊന്നുമില്ല. രാഹുൽ ഗാന്ധി തോൽക്കുമെന്നുള്ള പ്രചാരണങ്ങളെ ഗ്രാമീണ അമേഠി ചിരിച്ചു തള്ളുന്നുണ്ട്. മത്സരത്തിന്റെ ബഹളമെല്ലാം പുറമേ മാത്രമേ ഉള്ളൂ എന്നാണ് ഗ്രാമവാസികളും പറയുന്നത്. അമേഠിയുടെ ചരിത്രത്തിൽ 2 തവണ മാത്രമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാവിരുദ്ധ തരംഗത്തിൽ കോൺഗ്രസ് അടിപതറിയപ്പോഴും 98-ൽ പഴയ നാട്ടുരാജ്യ കുടുംബത്തിൽപ്പെട്ട സഞ്ജയ് സിംഗ് BJPക്ക് വേണ്ടി മത്സരിച്ചപ്പോഴും. എന്നാൽ നെഹ്റു കുടുംബാംഗങ്ങൾ ഒരിക്കൽ പോലും അമേഠിയിൽ പരാജയപ്പെട്ടിട്ടില്ല. അമേഠിയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും മുഴുവൻ വോട്ടുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഉത്തർപ്രദേശിൽ മറ്റു മണ്ഡലങ്ങളിലെ പോലെ തന്നെ കടുത്ത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കാർഷിക പ്രശ്നങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ അതൊന്നും രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്യാൻ തടസ്സമായി ഇവർക്ക് മാറുന്നില്ല. अमेठी क्षेत्र में राहुल गांधी विकास करेंगे क्योंकि अब उनको मौका मिल रहा है. अभी तक जो भी विकास हुआ, जो भी उनके बड़े लोगों ने किया, वो विकास दिख रहा है. मोदी योगी के आए और झगड़ा फसाद हिंदू मुसलमान के और कुछ नहीं ना, और फायदा ही मका है. बस इनका जिताओ और इससे ज़्यादा झगड़ा हुए. उस टुकड़े में से हम लोग हैं और हम लोग कभी भी हार का शिकस्त नहीं देखा है और अल्लाह ने चाहा तो इस बार भी वो जीतेंगे. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന ബെൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സെയിൽ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, റെയിൽ നീർ പ്ലാന്റ്, ആയുധ ഫാക്ടറി എന്നിങ്ങനെ അമേഠിയിൽ ഇപ്പോഴുള്ളതെല്ലാം നെഹ്റു കുടുംബം കൊണ്ടുവന്നതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ 5 വർഷം മോഡി സർക്കാർ അമേഠിയുടെ വികസനം മുടക്കാൻ ശ്രമിക്കുകയാണെന്ന് പരാതിയും. കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന കുറവ് മറികടന്ന് ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നുള്ള പ്രതിജ്ഞയിലാണ് അമേഠിയിലെ കോൺഗ്രസുകാർ. നെന്ഗാവന ഗ്രാമത്തിൽ നിന്ന് ക്യാമറ പേഴ്സൺ ലിബിൻ സെബാസ്റ്റിനൊപ്പം ശ്രീജിത്ത് ദിവാകരൻ, മീഡിയ 1 വേണ്ടി.